എന്ത് രസമല്ലടാ കാണാൻ. ആദ്യം വന്നിട്ട് അവൾ ഇങ്ങനെ മേക്കപ്പ് ഇടാതെ അഴുക്ക് ഉടുപ്പിട്ടിരിക്കും. കുറച്ചു നേരം കഴിയുമ്പോൾ അവൾ കൈയിട്ട് ഒരു വീശുമ്പോൾ അവൾ ഡ്രസ്സ് മാറിയിരിക്കും. ഇതെല്ലാം എല്ലാത്തിനും കാണിക്കുന്നത്. നമ്മളിപ്പോ പെണ്ണ് വിഷയത്തിൽ ഭയങ്കര ആക്രാന്തമാണെന്നോ, നമ്മൾ അതിൽ നിന്നൊന്ന് കുറയണം. ഇത് എന്റെ അക്കൗണ്ട് അല്ല, നിന്റെ അക്കൗണ്ടാണ്. അത് തന്നെ പറഞ്ഞ ഞാനും നീയും സംസാരിക്കാൻ ഒരുപാട് കാര്യമുണ്ട്. ലോകത്തെ പറ്റി സംസാരിക്കാം, വണ്ടികളെ പറ്റി സംസാരിക്കാം, എന്തൊക്കെ കാര്യം സംസാരിക്കാൻ കിടക്കുന്നു. അപ്പൊ പിന്നെ അതിനെ പറ്റി സംസാരിച്ചാൽ പോലെ. ഞാൻ ഇവിടെ പറഞ്ഞു നിർത്തിയ നമ്മള് പുതിയ സ്ഥലം മേടിക്കുന്നു. അങ്ങനെ പെരട വാങ്ങുന്ന കാര്യം നമ്മൾ ഇപ്പൊ കുടുംബത്തിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ സ്കൂളിലും കോളേജിലും പഠിച്ചു. ഏറ്റവും ഇടിയിടുന്ന ആരെ കാര്യത്തിന്? പെമ്പിളരെ വിഷയത്തിനടാ. അങ്ങനെ ഗേൾസിനെ പറ്റി ഒരുപാട് സംസാരിക്കേണ്ട ആവശ്യമില്ല. സത്യം, ഞാൻ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും. അപ്പൊ അതിനൊക്കെ സംസാരിച്ച് പോയാൽ മതി. ഞാൻ ഇവിടെ പറഞ്ഞു നിർത്തിയ സ്കൂളിൽ ഞാൻ പൊതിച്ചോറ് കൊണ്ടുവന്നപ്പോ നീ എടുത്തോണ്ട് ഓടി. പിന്നെ ആ സമയത്ത് നമ്മൾ കഴിച്ചതിന്റെ ടേസ്റ്റ് ഇപ്പോഴും എവിടെയും കിട്ടിയിട്ടില്ല. മക്കളെ, നമ്മളെ ചായക്കടയിലെ കുമാരമ്മ മരിച്ചുപോയി. എന്ത് വല്ല ചായ ആയിരുന്നു അയാളാ. ഞാനാ ചായ അടിക്കുന്നത്. മരിച്ചോടെ നിങ്ങൾ എപ്പോ വരുന്ന? കുമാറുമാമാടെ അടുത്തൊരു നീലുടുപ്പിട്ട പെണ്ണ് കിടന്ന് കരയുന്നുണ്ടാ. കണ്ട് അടിപൊളിയല്ലേ? കൊള്ളാം. മരണ വീട്ടിൽ പോലും പോയി വായി നോക്കണമെങ്കിൽ നമ്മൾ ഈ വിഷയത്തിൽ സങ്കര ഇനങ്ങളാണ്. പിന്നെ അമ്മ കുറച്ചു നേരം അവിടെ നിൽക്കായിരുന്നു, ഒരുപാട് പേരുണ്ടായിരുന്നു അവിടെ. അല്ല, നമുക്ക് വീണ്ടും അവിടെ പോയി നിൽക്കാം. ഈ കാലങ്ങ് വെച്ചങ്ങ് നടന്നാ പോരെ അങ്ങ് വരാ. അറിയാല, നമ്മളാണ് കോളേജിൽ സൂപ്പർ. ഇനി ഏതൊക്കെ ബാച്ച് പരിപാടി ഇറക്കിയാലും നമ്മൾ അത്ര വരൂല. ഓക്കെ, ഇത്തവണത്തെ ഫ്രഷേഴ്സ് ഡേ ടീം സെബ്ലാസ്കി കൊണ്ടുപോയെന്ന് ഓരോരുത്തരും വായിന്ന് മുഴങ്ങണം. ടീം സെബ്ലാസ്കി എന്ത് സ്റ്റെപ്പാണ് നമ്മൾ ഇട്ടത്. ഒരു മാങ്ങാണ്ടി ഡാൻസിനെ പറ്റി അറിഞ്ഞുകൂടെങ്കിലും എന്റെ കോൺഫിഡൻസ് ഉണ്ടല്ലോ നിങ്ങളൊക്കെ കൂടെ ഉണ്ടെങ്കിൽ. നീ ഒരുത്തനെ കുറിച്ച് പേടിക്കേണ്ട ആശ്രയം, നീ സ്റ്റേജിൽ കിടന്ന് ആടണം നാളെ ദിവസം. സ്റ്റേജിൽ കയറി ഡാൻസ് കളിക്കുമ്പോ സാറന്മാര് ചിലപ്പോ ഇറങ്ങി പോവാൻ പറയും. കാര്യം നമ്മൾ ഡാൻസ് നാളെ സബ്ലാസ്കി അല്ലടാ, സബ്ലാസ്കി ഫ്ലോ സബ്ലാസ്കി. പിന്നെ ഒരു പ്രത്യേക കാര്യം, നാളെ ഇൻസ്റ്റ ആർക്കും ഉപയോഗിക്കാൻ പറ്റത്തില്ല. ആന്ധ്ര നാളെ ജൂനിയേഴ്സിന്റെ മെസ്സേജ് ഒന്നും അറിയില്ല നമുക്ക്. പിന്നെ ഹാഷിർ, നിനക്ക് കിട്ടുന്ന 10 കൈയടിയിൽ 5 കൈയടി ഞാൻ കൊണ്ടുപോകും. എന്റെ ഒരു മെയ് വഴക്കവും അതൊന്നും ഇല്ലാതെ ഡാൻസ് പൂർണ്ണമാവില്ലല്ലോ. നാളെ എനിക്ക് കിട്ടുന്ന കൈയടിന്ന് ഒരു 5 കൈയടി നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അത് ഷുവറാണ്. നാളെ താരപോമാ ബഹളം. ഇന്ന് എങ്ങനെ ഉറങ്ങൂടാ നമ്മള് രാത്രി? ഓ, പിള്ളേര് പേപ്പറൊക്കെ ചുരുട്ടി കിടന്ന് ആലോചിച്ച് വെക്കണ്ടാ. അപ്പൊ നാളെ സെബ്ലാസ്കി. എവിടെയായിരുന്നടാ നീ? എന്തിനാടാ, ഞാനല്ലടാ ഉള്ളു ഈ നാട്ടിലെല്ലാം ചെയ്യാൻ. ഞങ്ങൾ 2 മണിക്കൂറാണ് റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്ന. MLA ആയിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അടുത്ത ഇലക്ഷന് ഞാൻ നിക്കണമെന്ന് നാട്ടിലെല്ലാം കൂടെ പറയുന്നു. എന്നാ പിടിപാടാടാ നാട്ടിൽ നിനക്ക്? പഞ്ചായത്ത് ഇലക്ഷൻ നിൽക്കാൻ പോണതാ. എന്തേ ഒരേ ഒരു ഹാഷിർ, ആ പോവാനുള്ള വണ്ടി എന്തേ? ഇവിടെ നടന്ന് ആസ്വദിക്കാനാണ് കിടക്കുന്ന സ്ഥലങ്ങൾ. നിങ്ങളോട് വന്നേ. ആ ട്രെയിൻ ഓടിച്ച ആളില്ലേ, എന്റെ ഫ്രണ്ട്. 2 മറ്റേ സ്പെഷ്യൽ ചായ. ഇവിടത്തെ ചായ എന്ന് പറഞ്ഞാണല്ലോ സൂപ്പർ ചായ. പശുവും പാലിലല്ല, എരുമപ്പാൽ. അയ്യോ, വലിഞ്ഞടിക്കാം. ചായ കുടിക്കാതെ ഞാനായിരുന്നല്ലേ അഡിക്റ്റ് ആയി. സ്പെഷ്യൽ മസാലയൊക്കെയാണ് ഇവിടെ ചേർക്കുന്നത്. സ്പെഷ്യൽ മസാല, മീൻകറിക്കുള്ള മസാല അങ്ങനെ ചായ ഇടും. സൂപ്പർ ചായ. എടാ, നിന്നെ ഇവിടെ എല്ലാവർക്കും അറിയാല്ലേ? ഞാൻ ഈ നാട്ടില് ഭയങ്കര ഫേമസാ. ഒരു രക്ഷയില്ലാട്ടാ, എല്ലാരുമായിട്ടും കണക്ഷൻ. ഈ ഇലയായിട്ട് ഞാൻ കണക്ഷനാണ്. ആ കൊച്ചാണോ എവിടെയായിരുന്നു? ഇന്നലെ കാറ്റടിച്ചപ്പോ മോളിൽ പോയി, ഇപ്പഴാണ് കിട്ടിയ. പോട്ടോ ഇവിടെ ഇല അനങ്ങണമെങ്കിൽ ഞാൻ അറിയണം. പിന്നെ ആശ്രയ, നമ്മളിനി അടുത്ത എങ്ങോട്ടാണറാ? നീ നാട്ടിലെ സ്പോട്ടൊക്കെ കാണിക്ക്. ഈ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ മണ്ണിൽ പണ്ടത്തെ രാജാക്കന്മാർ ഓടിക്കളിച്ച മണ്ണ. പ്രകൃതിപരമായിട്ട് ആസ്വദിക്കൊന്നുമില്ലേ? ഇനി ഒരു ഇടിവെട്ട് സാധനം കാണിച്ചു തരാം. നിങ്ങളിത് പുറത്തു പോയി പറയലും. ഇത് എവറസ്റ്റ് പൊടിച്ചോണ്ട് വന്നതാ. പുറത്ത് പറയല്ലേ സീന. പറക്കിയെടുത്ത് ഒരെണ്ണം പോക്കറ്റ് ഇട്ടോണ്ട് വീട്ടിൽ കൊണ്ടുപോയി. ഇവനെന്താ രാവിലെ അവൻ പഞ്ചാരവെള്ളം കലക്കി കുടിച്ചാ? ഇവന്റെ നാട്ടിൽ സത്യം പറഞ്ഞ ഒരു തേങ്ങയില്ലാട്ടാ. ഒരിറ്റി കണ്ണീരില്ലാതെ എനിക്ക് ഇതിന്റെ കഥ പറഞ്ഞു തരാൻ കഴിയില്ല. കണ്ണീര് കാണുന്നില്ലല്ലോ അതിന്. വന്നു. ആഗ്രയിലിരിക്കുന്ന താജ്മഹൽ പണിത് വന്ന ബാക്കിയുള്ള സിമന്റും കല്ലും വെച്ചാണ് ഇത് പണിതത്. ഷാജഹാന്റെ ഓർമ്മയ്ക്കായിട്ട് എന്റെ ഉപ്പാപ്പ ഉണ്ടാക്കിയതാണിത്. താജ്മഹലായിട്ട് വൻ കണക്ഷനാണ്. ഇത് ഏത് വർഷം ഉണ്ടാക്കിയത്? 2018. എടാ സുഖമാണ്. ഞാൻ ഇപ്പൊ ഒരാവേ എന്ത് ചെയ്യുന്നു. കുറച്ചേരം ഞാൻ ഇങ്ങനെ നിന്നോട്ട് അണ്ണാ. പിന്നെ ഇപ്പൊ പൊന്നരിക്ക് എത്ര അണ്ണാ?
മധുരക്കിഴങ്ങ് ഇഷ്ടമാണോ പോട്ടെ കേട്ടാ കാണാൻ കേട്ടോ നല്ല മീശ വലിയ കേട്ടാ ഹലോ കൊച്ചിന് സ്നഗ്ഗി വാങ്ങണോ ഒന്ന് പ്രീതി ചേച്ചിക്ക് ഞാൻ പോയിട്ട് ഇപ്പൊ വരാം കേട്ടോ അല്ലെ ഇവിടെ ഞാൻ ഭയങ്കര സീനാണ് എന്റെ നാട്ടിൽ നിന്ന് പറഞ്ഞാൽ ഞാൻ പൊളിയാണ് ഒരു രക്ഷയില്ല. നിന്നെ ഇവിടെ ആർക്കും അറിയത്തില്ല അല്ലേടാ, നീ എങ്ങനെ പുറത്തൊന്നും ഇറങ്ങാറില്ലല്ലേ വീട്ടിൽ നിന്ന്? പുറത്തേക്ക് എടാ ഞാൻ ഇവിടെ സീനാണ് നാട്ടില്. നീ സീനാണെന്നുള്ള കാര്യം മനസ്സിലായി, വിട് ഓട്ടെ, നമുക്ക് മനസ്സിലായി. ഈ രാത്രി ഇങ്ങനെ ആകാശം നോക്കിയിരിക്കുക എന്ത് രസോടാ, ഭയങ്കര ആശ്വാസോടാ. ലൈഫിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആകാശം നോക്കി ഇരുന്നാ മതി, അതങ്ങ് മാറും. 2 ദിവസം ആഹാരം കഴിക്കാതിരുന്നിട്ട് ആകാശം നോക്കി വിശപ്പ് കയറോ? ചുമ്മാ വായിത്തൊന്ന് പറയാൻ ഉണ്ടായിടെ ഇവിടെ. ഈ ബഹിരാകാശത്ത് പഠിക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ലിമിറ്റ്ലെസ്. Countless and fabricantly loop. Say again. Fabrically and lubricantly, this is very big. Oh, what is lubricant, Ashir? That is a fact of the none of your business. ചില നക്ഷത്രമൊക്കെ സൂര്യനേക്കാളും വലുതാണ്. നമ്മളെ സ്കൂളിലൊക്കെ പഠിച്ച തന്നെ. മറ്റേ പയ്യൻ കാണിക്കുന്ന പരിപാടികൾ കാണുമ്പോഴേ എന്റെ നെഞ്ചാമരത്തെ അരമ്പ് കിടന്ന് പിടയ്ക്കുന്നളിയാ. ഏത് പയ്യൻ? അലൻ മസ്ക്. അലോൺ മസ്ക് അല്ല, എലോൺ മസ്ക്. എന്തൊക്കെ പരിപാടിയാ കാണിക്കുന്ന? ഭൂമിയിലൂടെ അല്ല ആകാശത്തൂടെ ട്രെയിൻ ഓടിക്കുന്നു. ഇങ്ങനെയൊക്കെ എന്തുവാടാ കലക്കി കുടിക്കുന്ന ഇങ്ങേരി? ഇടതോ ആളതോ ചൊവ്വയില് വീട് വെച്ച് പാലയാച്ചിന് പോകണം അടുത്ത ആഴ്ച. വാൽ നക്ഷത്രം കാണുന്നവനാണ് ഭൂമിയിൽ ഏറ്റവും ഭാഗ്യം ചെയ്തത് എന്ന് പറഞ്ഞ് നീ യോജിക്കോ ഇല്ലേ? ഞാൻ യോജിക്കത്തില്ല. യെസ്, യു ആർ ബ്രില്യന്റ്. ഞാൻ ഇതിപ്പോ ഉണ്ടാക്കി പറഞ്ഞു, നീ യോജിക്കാത്ത കാര്യം. നമ്മൾ ഇപ്പൊ ഈ കാണാൻ നക്ഷത്രമല്ലേ, ഈ നക്ഷത്രം ഇപ്പൊ ഉള്ളതല്ല. മാത്രമല്ല വേറൊരു കാര്യമുണ്ട്, ചന്ദ്രനിൽ വെള്ളമുണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമുള്ള കളിയാ, ഞാൻ 2ാം ക്ലാസ്സിൽ പഠിച്ചതാണത്. എന്നാ പിടിച്ചോ. ഈ മേഘം ഇല്ലേ, മേഘത്തിന് നല്ല വെയിറ്റ് ഉണ്ട്, അതറിയോ? നീ മേഘത്തിനെ പിടിച്ചു നോക്കിയാ വെയിറ്റ് ഉണ്ടെന്ന് അറിയാൻ. ഇയാൾ നേരത്തെ പറഞ്ഞ ഈ കാണുന്ന നക്ഷത്രം ഇപ്പോൾ ഉള്ള അല്ലെന്ന് പറയുമ്പോ ഞാൻ വിശ്വസിച്ചില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇയാൾക്ക് അങ്ങോട്ട് വിശ്വസിച്ചൂടെ? ലീവ് ഇറ്റ്. യൂണിവേഴ്സ് ഈസ് വെരി ബിഗ്. നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്? എന്താണ് നമ്മുടെ ജീവിതം? ഇത് ഉരുണ്ട സാധനത്തിന്റെ മണ്ടേ ജീവിക്കുന്നു. ഈ ഭൂമി സ്പീഡിൽ കറങ്ങി പോണ്, അതിന്ന് തെറിച്ച് വീഴുന്നില്ല. ഇതൊക്കെ ഇരുന്ന് ആലോചിച്ച് എനിക്കിങ്ങനെ മല നടന്നൊരു നക്ഷത്രം ഉണ്ടെന്ന് തോന്നറാ. ഒരു കാര്യം പറഞ്ഞ നീ വിശ്വസിക്കോ? ഒരു ദിവസം 1 ലക്ഷം നക്ഷത്രം ഞാൻ എണ്ണി. ഞാൻ വിശ്വസിക്കളിയാ, ഒരു ദിവസം ഞാൻ 2 ലക്ഷം നക്ഷത്രം എണ്ണി. 1 ലക്ഷവും ഞാൻ തള്ളിയതായിരുന്നില്ല. നീ ചെറുക്ക് 2 ലക്ഷം നക്ഷത്രം എണ്ണിയാൻ തോ. ഈ ചുമന്ന ചന്ദ്രൻ എങ്ങനെയാണ് വരുന്നത്? ദൈവം ബോറടിച്ചപ്പോ ചന്ദ്രനെ കളറടിച്ചു വിട്ടു. ഒന്ന് പോടെ മാറി. യൂണിവേഴ്സ് ഈസ് വെരി ബിഗ്. എന്ത് രസമുള്ള ആകാശങ്ങൾ നോക്കിയിരിക്കാൻ.